നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും രഹസ്യവും എന്നാൽ അത്രത്തോളം മാരകവുമായ ഒരു ആയോധനകലയെക്കുറിച്ചുള്ള ഈ അന്വേഷണത്തിലേക്ക് സ്വാഗതം. തെക്കൻ കളരി വെറുമൊരു ശാരീരിക വ്യായാമമെന്നതിനപ്പുറം മനുഷ്യന്റെ ജീവശക്തിയെ തന്നെ നിയന്ത്രിക്കുന്ന അതിസങ്കീർണമായ ഒരു വിദ്യയാണിത്. ഇതിന്റെ വേരുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുരാതനമായ ഈ അറിവ് എങ്ങനെ രൂപപ്പെട്ടുവെന്നും ഇതിനു പിന്നിലെ ആ ഇതിഹാസതുല്യനായ മഹർഷി ആരാണെന്നും നമ്മളിന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ചരിത്രരേഖകളുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറിവുകളുടെയും അടിസ്ഥാനത്തിൽ വിസ്മയിപ്പിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. കളറിപ്പയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പരശുരാമന്റെ പേരാണല്ലോ, അല്ലേ? എന്നാൽ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. കളരിക്ക് പ്രധാനമായും 2 വകഭേദങ്ങളാണുള്ളത്. പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് വടക്കൻ കളരിയുടെ ഉത്ഭവം പറയുന്നതെങ്കിൽ തെക്കൻ രീതിയുടെ, അതായത് തെക്കൻ കളരിയുടെ ഉപജ്ഞാതാവായി ഐതിഹ്യങ്ങൾ പറയുന്നത് സാക്ഷാൽ അഗസ്ത്യമുനിയെയാണ്. ഈയൊരു വ്യത്യാസം നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം വടക്കൻ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ശാസ്ത്രീയ അടിത്തറയാണ് അഗസ്ത്യമുനി തെക്കൻ കളരിക്ക് നൽകിയത്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരാം, അഗസ്ത്യമുനിക്ക് എങ്ങനെയാണ് ഈ അപൂർവമായ അറിവ് ലഭിച്ചത്? നമ്മുടെ വായ്മൊഴി പാരമ്പര്യങ്ങളും പഴങ്കഥകളും പറയുന്നത് ഭയങ്കര കൗതുകകരമായൊരു കാര്യമാണ്. വേഷപ്രച്ഛന്നനായി വന്ന സാക്ഷാൽ ഭഗവാൻ മുരുകനിൽ നിന്നാണത്രേ അഗസ്ത്യമുനിക്ക് ഈ ആയോധനകലയുടെ ആദ്യപാഠങ്ങൾ കിട്ടിയത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഊർജ്ജത്തെ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ ആവാഹിക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അവർ സംസാരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെറും പോരാട്ട രീതിയല്ല, മറിച്ച് വലിയൊരു ആത്മീയ ശാസ്ത്രത്തിന്റെ തുടക്കമായിരുന്നു. ഈ ഒരു ഐതിഹ്യത്തിൽ നിന്ന് നമ്മളിതിന്റെ ശരിക്കുമുള്ള സയൻസിലേക്ക് വരികയാണ്. ഭഗവാൻ മുരുകനിൽ നിന്ന് അഗസ്ത്യമുനി പഠിച്ചത് വെറും ശാരീരികമായ അടവുകളൊന്നും ആയിരുന്നില്ല കേട്ടോ. മറിച്ച് കുണ്ടലിനി യോഗയെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലെ നാഡികളിലൂടെ പ്രാണനെ, അതായത് നമ്മുടെ ജീവശക്തിയെ എങ്ങനെ കൃത്യമായി കേന്ദ്രീകരിക്കാം എന്നതിനെക്കുറിച്ചുമായിരുന്നു. നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ പോരാട്ടത്തിനും അതിജീവനത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു ഒന്നൊന്നര ടെക്നിക്കാണിത്. കെട്ടുകഥകളിൽ നിന്ന് ശരീരശാസ്ത്രത്തിലേക്കുള്ള ശരിക്കുമൊരു മാറ്റം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശരിക്കും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഗസ്ത്യമുനി തനിക്ക് കിട്ടിയ ആ അറിവിനെ വെറുതെ വിട്ടുകളഞ്ഞില്ല. അദ്ദേഹം അതിനെ കൃത്യമായി ക്രോഡീകരിച്ച് കമ്പുസൂത്രം പോലുള്ള വലിയ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി. ഒന്നാലോചിച്ചു നോക്കൂ, തികച്ചും വ്യത്യസ്തമെന്ന് നമ്മൾ കരുതുന്ന 3 വലിയ ശാഖകൾ ജനിച്ചത് ഈ ഒരൊറ്റ പുസ്തകത്തിൽ നിന്നാണ്. പോരാട്ടത്തിനായുള്ള തെക്കൻ കളരിപ്പയറ്റ്, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള സിലമ്പം, പിന്നെ രോഗങ്ങൾ മാറ്റാനുള്ള സിദ്ധവൈദ്യം. ഒരേ സമയം പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഒപ്പം സുഖപ്പെടുത്താനുമുള്ള അറിവുകൾ ഒരൊറ്റ ഉറവിടത്തിൽ നിന്ന് വരുന്നു എന്നത് ശരിക്കും ഒരത്ഭുതം തന്നെയല്ലേ? ഇതൊന്നും വെറും വായ്മൊഴി കഥകളല്ല എന്ന് തെളിയിക്കുന്ന ചില ചരിത്രരേഖകൾ കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ. തെക്കൻ സമ്പ്രദായം പ്രധാനമായും പഠിപ്പിക്കുന്നത് തന്നെ അഗസ്ത്യമുനിയുടെ മർമ്മനിധാനം പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത് തമിഴ് ഭാഷയിലാണ് എന്നതാണ്. വായ്മൊഴിയായി മാത്രം നിന്നിരുന്നൊരു വലിയ അറിവിനെ വരും തലമുറകൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലിഖിത രൂപത്തിലേക്ക് മാറ്റാൻ ഈ ഗ്രന്ഥങ്ങൾ സഹായിച്ചു. ഈ ചരിത്രരേഖകളാണ് ശരിക്കും തെക്കൻ കളരിയുടെ ആധികാരികത നിലനിർത്തുന്നത്. ശരി, ഇനി ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായത് എന്ന് നോക്കാം. തെക്കൻ കളരി എന്ന് നമ്മളിന്ന് വിളിക്കുന്ന ഈ കലയുടെ യഥാർത്ഥ പേര് ആദിമുറ എന്നാണ്. കന്യാകുമാരി പോലെയുള്ള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രാചീന ആയോധന കലയാണിത്. അതായത് ഭൂമിശാസ്ത്രപരമായി 2 വലിയ സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന അതിർത്തികളിൽ രൂപപ്പെട്ട, അവിടുത്തെ മണ്ണുമായി അത്രത്തോളം ഇഴുകിച്ചേർന്ന ഒരു കല. ആദിമുറ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നതുപോലെ ഏറ്റവും പുരാതനവും ബേസിക്കുമായ പോരാട്ട രീതിയാണിത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യം എന്തെന്നാൽ, തെക്കൻ കളരിയുടെ ഫോക്കസ് ഒരിക്കലും വലിയ ആയുധങ്ങളിലായിരുന്നില്ല എന്നതാണ്. വടക്കൻ കളരിയിൽ വാളിനും പരിചയ്ക്കുമൊക്കെ വലിയ പ്രാധാന്യം നൽകുമ്പോൾ, തെക്കൻ കളരി പൂർണ്ണമായും വിശ്വസിക്കുന്നത് വെറും കൈ പ്രയോഗങ്ങളിലും മർമ്മവിദ്യകളിലുമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ദുർബലമായ എന്നാൽ ഏറ്റവും നിർണായകമായ മർമ്മസ്ഥാനങ്ങൾ കൃത്യമായി അറിഞ്ഞ് അവിടെ പ്രഹരിക്കുന്ന രീതി, ശത്രുവിനെ വീഴ്ത്താൻ വലിയ ആയുധങ്ങളെക്കാൾ എത്രയോ മാരകമാണ് ഈ വെറും കൈ പ്രയോഗങ്ങൾ എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. എന്തിനാണ് അതിർത്തികളിൽ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക പോരാട്ട രീതി ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. പണ്ടുകാലത്ത് തമിഴ് രാജ്യങ്ങളുമായി നമ്മുടെ അതിർത്തികളിൽ നിരന്തരം യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടന്നിരുന്നു. അന്ന് തമിഴ് സൈനികർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് അതിവേഗത്തിൽ വീശാൻ കഴിയുന്ന അപകടകരമായ സിലമ്പം എന്ന വടിപ്പയറ്റായിരുന്നു. ആ സിലമ്പം പോരാളികളെ നേരിടാനും അവരുടെ ആക്രമണങ്ങളെ തടയാനുമുള്ള വലിയൊരു ആവശ്യകതയിൽ നിന്നാണ് തെക്കൻ കളരി അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സത്യത്തിൽ അതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. ഈ നിരന്തരമുള്ള യുദ്ധങ്ങൾ കാരണം
വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാറ്റം സംഭവിച്ചു. കേവലം ഒരു ഡിഫൻസ് എന്നതിലുപരി തെക്കൻ കളരി മറ്റ് ശൈലികളെയും ഉൾക്കൊള്ളാൻ തുടങ്ങി. അതുകൊണ്ടാണ് പല വിദഗ്ധരും ഇതിനെ കളരിപ്പയറ്റിൻ്റെയും സിലമ്പത്തിൻ്റെയും അതിമനോഹരമായ ഒരു തന്ത്രപരമായ സംയോജനമായി, അതായത് ഒരു ടാക്റ്റിക്കൽ കോമ്പിനേഷനായി കാണുന്നത്. ശത്രുവിൻ്റെ വേഗതയും തന്ത്രങ്ങളും പഠിച്ച് അതിനെ തങ്ങളുടെ സ്വന്തം മർമ്മവിദ്യകളുമായി ചേർത്ത് അവർ കൂടുതൽ പവർഫുള്ളായ ഒരു ആയോധനശാസ്ത്രമുണ്ടാക്കിയെടുത്തു. രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എങ്ങനെയാണ് പുതിയ അറിവുകൾക്ക് ജന്മം നൽകുന്നത് നോക്കൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് ആ വലിയ പാരമ്പര്യത്തെയാണ്. നമ്മുടെ ഉള്ളിലെ ജീവശക്തിയെ നിയന്ത്രിക്കുന്നതു മുതൽ മർമ്മവിദ്യകളിലൂടെ അതിർത്തികൾ കാക്കുന്ന പോരാട്ടം വരെ നീളുന്ന ഒന്നാണിത്. ഈ അറിവുകൾ മനുഷ്യർക്ക് പകർന്നു നൽകിയ അഗസ്ത്യമുനിക്ക് തെക്കൻ കേരളത്തിലെയും കന്യാകുമാരിയിലെയും ആയോധന പാരമ്പര്യങ്ങളിൽ ഇന്നും ദൈവതുല്യമായ സ്ഥാനമാണുള്ളത്. അതൊരു വെറും ബഹുമാനമല്ല കേട്ടോ, മറിച്ച് തലമുറകളെ സംരക്ഷിച്ചു നിർത്തിയ ഒരു വലിയ അറിവിനോടുള്ള കടപ്പാടാണ്. അങ്ങനെ നമ്മൾ അഗസ്ത്യമുനിയുടെയും തെക്കൻ കളരിയുടെയും അതിശയകരമായ ചരിത്രം ഒരുവിധം കണ്ടുകഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ രഹസ്യങ്ങൾ ഇനിയും ബാക്കിയാണ് കേട്ടോ. ഈ ആയോധനകലയുടെ കോർ എന്താണെന്ന് കൂടുതൽ ആഴത്തിലറിയാൻ നിങ്ങൾക്ക് തീർച്ചയായും താൽപ്പര്യമുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു. നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ഭാഗത്തിൽ നമ്മൾ എന്തു പരിശോധിക്കണം? മനുഷ്യ ശരീരത്തിലെ ആ രഹസ്യകേന്ദ്രങ്ങളായ മർമ്മവിദ്യകളെക്കുറിച്ച് കൂടുതൽ അറിയണോ, അതോ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനമായ തെക്കൻ കളരിയിലെ സവിശേഷമായ പരിശീലന രീതികളെയും ചുവടുകളെയും കുറിച്ചറിയണോ? എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈയൊരു ചോദ്യം ഇവിടെ നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ അന്വേഷണം നാം അവസാനിപ്പിക്കുന്നു. നന്ദി കൂടെ നിന്നതിന്.